പ്രൈസ് ദി ലോർഡ്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ 62ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസിദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഇടയിൽ ദൈവജന ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ തോമസ് ജേക്കബ് ആണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ സൗദി അറേബ്യ ജിദ്ദയെന്നുമാണ് കടന്നു വന്നിട്ടുള്ളത്. പ്രിയ ദേവദാസിന്റെ സ്വദേശം കോന്നി തേക്കുതോടാണ്. ഇപ്പോൾ ജിദ്ദയിലുള്ള ബദൽ ഗോസ്പൽ അസംബ്ലി എന്നറിയപ്പെടുന്ന ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷ ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഗോഡ് ഈസ് ലവ് എന്ന ഈ ഓൺലൈൻ കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ഈ രാത്രികാലം കർത്താവ് സഹായിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില നാളുകളായി ഇതിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുവാൻ, ആത്മീയ വിഷയങ്ങളിലൊക്കെ അല്പമായ നിലയിൽ ഇടപെടുവാനൊക്കെ കർത്താവ് സഹായിച്ചു. പ്രിയ ഡെന്നീസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സിസ്റ്റർ സിജിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വാത്സല്യം മാതാവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്ഥിരമായി ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന് സംവദിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, പുതുതായി കടന്നു വന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഇന്ന് ഗാനശുശ്രൂഷ ചെയ്ത പ്രിയ കൊച്ചു പൈതലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അല്പമായ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ ആത്മാർത്ഥതയോടെ ദൈവത്തെ ആരാധിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ രാത്രികാലം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന അറിയപ്പെടുന്ന ആത്മീയ വേദികളിൽ ഒക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണുവാൻ തക്ക നിലയിൽ കർത്താവ് പ്രിയ പൈതലിനെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ചെറുതും വലുതുമായി അധ്വാനിക്കുന്ന എല്ലാവരെയും ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളുടെ പ്രയത്നങ്ങളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ച് തരാമെന്ന് വാഗ്ദത്തം ചെയ്ത സർവശക്തൻ്റെ കരുണയ്ക്കായി, കാരുണ്യത്തിനായി, മുന്നോട്ടുള്ള നടത്തിപ്പിനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചതിലുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിലായിരിക്കാം. തിരുവചന ശുശ്രൂഷ എന്നുള്ളത് ഒരു അവിഭാജ്യ ഘടകമാണ്. നമ്മെ ഉറപ്പിക്കുകയും നമ്മെ ധൈര്യപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് ഒരു കമ്പാരിസൺ സ്റ്റഡി എന്നുള്ള നിലയിലല്ല ഇന്ന് പകൽക്കാലം നാം ഇവിടെ ആയിരിക്കേണ്ടത്. പ്രത്യുത നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം തന്ന ചില നിമിഷങ്ങൾ ഇന്നും സഭാ യോഗമധ്യേ സോദരം എൻ്റെ വാത്സല്യ പിതാവിൻ്റെ ജ്യേഷ്ഠൻ ഈ ലോകത്തു നിന്ന് നിത്യയിൽ ചേർക്കപ്പെടുവാനായിട്ടിടയായി. ഇവിടെ ജിദ്ദയിൽ ഞങ്ങളുടെ സഹോദര സഭയിലെ ഒരു ദേവദാസൻ, അദ്ദേഹം ചില വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിലേക്ക് കടന്നുപോയി. അദ്ദേഹവും കഴിഞ്ഞ ദിവസം ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. മറ്റ് യാതൊരു ദുർശൂലവും ഇല്ലാത്ത ആ പ്രിയദാസന് കരൾ സംബന്ധമായ രോഗത്താൽ ബാധിക്കപ്പെട്ട് തൻ വേഗത്തിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയായി. എനിക്ക് 61 വയസ്സ് മാത്രം പ്രായമേ ഉണ്ടായിരുന്നു. ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ജനന ദിവസത്തെക്കുറിച്ചൊക്കെ നാം അറിവുള്ളവരാണെങ്കിലും നാം ഇന്ന് ഈ ലോകം വിട്ട് കടന്നു പോകും എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നിമിഷം ദൈവം നമുക്ക് ആരോഗ്യം തന്നെങ്കിൽ, ദൈവം നമുക്ക് ആയുസ്സിനെ ദീർഘമാക്കി തന്നെങ്കിൽ, ദൈവം നമുക്ക് സംസാരിപ്പാൻ ശേഷി തന്നെങ്കിൽ, മറ്റെല്ലാ വിഷയങ്ങളെയും മറന്ന് ആത്മാർത്ഥമായ അല്പസമയം നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആത്മാവിൽ പാടി ദൈവത്തിന് മഹത്വം കൊടുത്ത് ഇന്ന് പകൽക്കാലം ക്രിസ്തുവിൽ വർദ്ധിച്ചു വരുവാൻ നമ്മെ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഞാൻ ചില നിമിഷങ്ങൾ തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുന്ന മുമ്പായിട്ട് ഒരു പാട്ടിൻ്റെ ഈരടികൾ പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് പരിചയമുള്ളൊരു പാട്ടാണ്. ഒരു ഈരടികൾ പാടി നമുക്ക് ദൈവത്തെ സ്തുതിച്ച് വേഗത്തിൽ തിരുവചനത്തിലേക്ക് കടക്കാം. അനാദിനാഥനേശു എന്തനം അന്യനായി ഭൂവിലെന്നാൾ ധന്യനായ ക്രിസ്തുവേ സദാ. അനാദിനാഥനേശു എന്തനം അന്യനായി ഭൂവിലെന്നാൾ ധന്യനായ ക്രിസ്തുവേ സദാ. സ്വർഗത്തിലെന്തനം ഭദ്രം സുശോഭനം, സ്വർഗത്തിലെന്തനം
ഭദ്രം സുശോഭനം. ഉലകത്തിൻ്റെ സ്ഥാപനം അതിനു മുമ്പും എന്താനം. ഉലകത്തിൻ്റെ സ്ഥാപനം അതിനു മുമ്പും എന്താനം. ഉന്നതൻ ക്രിസ്തുവേ ദൈവം മുന്നറിഞ്ഞതാ. ഉന്നതൻ ക്രിസ്തുവേ ദൈവം മുന്നറിഞ്ഞതാ. അനാദിനാഥനേശു എന്താനം. അന്യനായി ഭൂവിലെന്നാൾ ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. അന്യനായി ഭൂവിലെന്നാൾ ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. ഇന്നുള്ള ശോധന നൽകുന്ന വേദന. ഇന്നുള്ള ശോധന നൽകുന്ന വേദന. വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും. വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും. വിശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും ഞാൻ സദാ. വിശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും ഞാൻ സദാ. അനാദിനാഥൻ യേശു എന്താനം. അന്യനായി ഭൂവിലെന്നാൾ ധന്യനായി ക്രിസ്തുവിൽ സദാ. അന്യനായി ഭൂവിലെന്നാൾ ധന്യനായി ക്രിസ്തുവിൽ സദാ. അന്യനായി ഭൂവിലെന്നാൾ ധന്യനായി ക്രിസ്തുവിൽ സദാ. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ നല്ല രാത്രിക്കായി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതായ കാര്യമില്ല. പലപ്പോഴായിട്ട് സിജി സിസ്റ്റർ ചോദിച്ചറിഞ്ഞ കാര്യങ്ങളെല്ലാം താനിവിടെ പറയുകയുണ്ടായി. സ്തോത്രം. ഒരു മർത്തോമാ യാഥാസ്ഥിക കുടുംബത്തിൽ നിന്ന് ഞാൻ വളരെ തീഷ്ണതയോടെ സഭാസ്നേഹത്തിലൊക്കെ വളരുവാൻ, അങ്ങനെ എന്നെ അഭ്യസിപ്പിക്കാനൊക്കെ എനിക്കൊരു കുടുംബ പശ്ചാത്തലം ഉണ്ടായിരുന്നു. ആ നിലയിലാണ് ഞാൻ സൗദി അറേബ്യയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായത്. അങ്ങനെ കടന്നു വരികയും എൻ്റെ പ്രവാസ ജീവിതത്തിൻ്റെ പ്രാരംഭ ഘട്ടങ്ങളിൽ മർത്തോമാ കൂട്ടായ്മയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ചിലരെയൊക്കെ കൂട്ടി ഈ മരുഭൂമിയിൽ അന്ന് വളരെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള സമയമാണ്. ആ സമയത്ത് കർത്താവിനെ സ്തുതിപ്പാൻ ആരാധിപ്പാനൊക്കെ ഇടയായി. എന്നാൽ എന്തോ ഒരു തൃപ്തിക്കുറവ് എനിക്ക് തുടർമാനമായിട്ട് വരികയും ഞാൻ മറ്റ് കൂട്ടായ്മയൊക്കെ അന്വേഷിക്കുകയും ആ നിലയിൽ ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയൊരു കൂട്ടായ്മയൊക്കെ കടന്നു പോകാനായിട്ട് ഇടയായി. എന്നാൽ ഒരിക്കൽ പോലും മർത്തോമാ സഭാബന്ധത്തിൽ നിന്ന് മാറി വേറൊരു വിശ്വാസത്തെയോ വേറൊരു സംഘടനയിലേക്കോ കടന്നു പോകുവാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ലെങ്കിലും സ്തോത്രം, എന്നെ കേൾക്കുന്ന ഈ ആത്മീയ കൂട്ടായ്മയിൽ ആരെങ്കിലും ഇന്ന് പകൽക്കാലം കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിപ്പാനായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രചോദനത്തിനായിട്ട് ഞാൻ പറയുകയാണ്. സ്തോത്രം. പലപ്പോഴും നാം അല്പം കേട്ട് അധികം പറയുന്നവരായി തീരുന്ന ഒരു അവസ്ഥ നമ്മുടെ എല്ലാവരുടെയും പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ വീടിനോട് ചേർന്ന് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ദൈവസഭയുണ്ട്. അവിടെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർ കാലാകാലങ്ങളിൽ വന്ന് കടന്നു പോകും. പലപ്പോഴും നാം എല്ലാം അറിയുന്ന പോലെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സാമാന്യ ചോദ്യം പലപ്പോഴും ഉണ്ടാകുകയും അതിനൊക്കെ എത്രമാത്രം അതിനെ എതിർക്കാമോ ആ നിലയിൽ എതിർക്കുവാനും അതിനോട് തർക്കിക്കുവാനും വാദിക്കുവാനും ഒക്കെ ആ കാലങ്ങളിൽ ഇടയായിട്ടുണ്ടെങ്കിലും തിരുവചനം അറിയായികയാൽ ജനം തെറ്റിപ്പോകുന്നു എന്ന തിരുവഴുത്ത് പോലെ അടിയൻ്റെയും ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ അല്പകേൾവിയാൽ ഉണ്ടായ അഭ്യസനം പലപ്പോഴും അജ്ഞതയോടെ നടത്തുന്നത് മുഖാന്തരം പല നിലകളിൽ ആ രീതിയിലൊക്കെ ആകുവാനായിട്ടിടയായെങ്കിലും ദൈവത്തിൻ്റെ തിരുവചനം വ്യക്തമായി വായിക്കുവാൻ ഈ മരുഭൂമിയിൽ എനിക്ക് ഇടയായി. അത് മുഖാന്തരം ഞാൻ തന്നെ പലപ്പോഴും മനസ്സിലാക്കുവാൻ കഴിയാതെ പോയിരുന്ന പല മർമ്മങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണർത്തുവാനായിട്ട് ഇടയായി. പിന്നീട് ജീവിതത്തിൽ വന്ന പ്രതിസന്ധി ഇങ്ങനെ പോയാൽ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. അതൊട്ടും മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്തത് കൊണ്ട് ഞാൻ കൂട്ടായ്മയൊക്കെ നിർത്തുവാനിടയായെങ്കിലും സ്തോത്രം, ദൈവം ഒരു ദർശനം നൽകുവാനായിട്ടിടയായി. ആ ദർശനത്തിൽ ഒരു വശത്ത് ഞാൻ കാണുന്ന ഒരു ത്രാസ്, അതിൻ്റെ ഒരു തട്ടിൽ ദൈവത്തിൻ്റെ തിരുവചനവും മറ്റേ തട്ടിൽ ഞാൻ നാളതുവരെ ഇടപെട്ട പല വിഷയങ്ങളും എനിക്ക് ബോധ്യത വരുത്തത്തക്ക നിലയിൽ അതങ്ങനെ എനിക്ക് കാണുവാനായിട്ടിടയായി. എന്നാൽ ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടും
ദൈവത്തിൻ്റെ വചനം ഇരിക്കുന്നതായ തട്ട് മൂല്യമുള്ളതായി അത് താണ് നിൽക്കുന്നത് എനിക്ക് കാണുവാനായിട്ടിടയായി. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം എന്നെ വിടുവിക്കേണ്ടതിന് ദൈവം എനിക്ക് കാണിച്ച ഒരു കൺവിക്ഷനായിരുന്നു. പിന്നീട് ഞാൻ വേറെ ആരോടും ഒരു അഭിപ്രായവും ചോദിക്കുവാനായിട്ട് പോയില്ല. എൻ്റെ മനസ്സിലത് സൂക്ഷിച്ച് ഞാൻ കൂട്ടായ്മ കണ്ടിന്യൂ ചെയ്യുവാനായിട്ടിടയായി. ദൈവത്തിൻ്റെ സമയം വന്നപ്പോൾ 2000 ജനുവരി മാസം 7-ാം തീയതി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്തോത്രം വിശ്വാസ സ്നാനം സ്വീകരിപ്പാനിടയായി. അനന്തരം ഇന്നുവരെയും ദൈവം ക്ഷേമമായിട്ട് നടത്തി. ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതയ്ക്കായും ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് എല്ലാവർക്കും ദൈവ പാദപീഠത്തിലായിരിക്കാം. സ്തോത്രം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ രാത്രികാലത്തെ അല്പസമയത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം നമുക്ക് വായിക്കാം. 2 പത്രോസ് 1 അതിന്റെ 10. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. നമുക്ക് സുപരിചിതമായിരിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ്. ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ചും തെരഞ്ഞെടുപ്പിനെ കുറിച്ചും നമ്മൾ ബോധമുള്ളവരായിരിക്കണമെന്ന് ഈ പ്രത്യേക ഭാഗത്ത് ആഹ്വാനം ചെയ്യുവാൻ പ്രത്യേക ഒരു കാരണമുണ്ട്. ഈ ലേഖനം നാം പരിശോധിക്കുമ്പോൾ രൂപാന്തരീകരണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തിരുവെഴുത്തിൻ്റെ ദൈവ നിശ്വാസ്യതയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് വ്യക്തമായി ഈ ലേഖനം പറയുന്നുണ്ട്. വിശ്വാസ സമൂഹത്തെ വ്യക്തതയോടെ കർത്താവിലേക്ക് അടുപ്പിക്കുകയും നിത്യതയെക്കുറിച്ചുള്ള വലിയ ബോധ്യത അവർക്ക് വരുത്തുകയും ചെയ്യേണ്ടതിന് പത്രോസ് അപ്പോസ്തലനിലൂടെ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനുള്ള കാരണം കാലാകാലങ്ങളിൽ ഇന്ന് നാം കാണുന്നത് പോലെ സത്യമായ സുവിശേഷത്തിനെതിരായി ദൈവവചനത്തിന് അപ്പുറത്തായുള്ള പല കേൾവിയാൽ തെറ്റിപ്പോകുന്ന, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ജനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ദുരുപദേശത്തിൻ്റെതായ വലിയ ബന്ധനങ്ങളാൽ അവർ ബാധിക്കപ്പെടുവാൻ ഇടയായി. ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ പല ദുരുപദേശങ്ങൾ പ്രചരിക്കപ്പെടുവാൻ ഇടയായി. അതിനോടുള്ള ഒരു ഖണ്ഡനം എന്ന നിലയിൽ താൻ ഈ ലേഖനം എഴുതുമ്പോൾ ഒരു കൂട്ടർ വാദിച്ചു കൊണ്ടിരുന്നത് രക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ അറിഞ്ഞാൽ മാത്രം മതി. യേശുവിനെ പരിചയമുള്ളവർക്ക് ഇന്നും നാം ആയിരിക്കുന്ന സമൂഹത്തിൽ അത്തരം കേൾവികളൊക്കെ കേൾക്കുമ്പോൾ നാം തിരിച്ചറിയണം, ആമേൻ, ഇത് ആദിമ നൂറ്റാണ്ട് മുതൽ ദൈവസഭയ്ക്കെതിരെ പിശാചായവൻ ബോധപൂർവമായി എത്തിച്ചിരുന്ന ദുരുപദേശങ്ങളുടെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവനെ അനുസരിക്കുകയോ വിശുദ്ധ ജീവിതം നയിക്കുകയോ ചെയ്യേണ്ടതില്ല എന്നുള്ള ഉപദേശമൊക്കെ നിലനിൽക്കുന്നതിന് നടുവിൽ വ്യക്തതയോടെ വിശുദ്ധിയോടെ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിനു വേണ്ടി വേർപെട്ട് അവൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ ദൈവിക അവകാശത്തിന് ഓഹരിക്കാരാകുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതായ വലിയ മുന്നറിയിപ്പ് സ്തോത്രം ഈ തിരുവെഴുത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം, വിളി എന്ന് പറഞ്ഞാൽ സ്തോത്രം ജസ്റ്റ് ഒരു വാക്കിനപ്പുറത്തായി ക്രിസ്തുവിൽ നാം പ്രയോജനമുള്ളവരായി തീരേണ്ടതിന് സ്തോത്രം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, ദൈവം നമ്മെക്കുറിച്ച് ചിന്തിക്കുന്ന, ദൈവം നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന ആമേൻ ചില പ്രതീക്ഷകളുണ്ട്. അതിനൊത്ത് നാം ആയി തീരണമെങ്കിൽ ഇന്ന് പകൽക്കാലം വിളി കേട്ട നാം നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്നവരായിട്ടല്ല, പ്രത്യുത വിളിച്ച ദൈവത്തിന് നമ്മുടെ മേൽ ചില പദ്ധതികളുണ്ട്, നമ്മുടെ മേൽ ചില പ്ലാനുകളുണ്ട് എന്ന ബോധ്യതയോടെ നമുക്ക് നടക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പാൻ, അതുപോലെ ദൈവിക അവകാശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മെ വിളിച്ച ദൈവത്തിന് നമ്മുടെ വിളിയുടെ മേലൊരു ഓപ്ഷനുണ്ട്. സ്തോത്രം. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം ദൈവമക്കളെ നാം ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുമ്പോൾ സ്തോത്രം നമ്മെ വിളിച്ച ദൈവത്തിന് നമ്മെക്കുറിച്ച് ചില ഓപ്ഷനുകളുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തോട് ചേർന്നിരിക്കുന്നവർക്ക് മാത്രമേ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയത്തുള്ളൂ. ആമേ, കേവലം ഒരു വിടുതലിന് വേണ്ടിയല്ല നാം ദൈവത്തെ ആരാധിക്കേണ്ടത്, കേവലം ഒരു രോഗസൗഖ്യത്തിന് വേണ്ടിയല്ല നാം ദൈവത്തിൻ്റെ സന്നിധിയോട് അടുത്തു വരേണ്ടത്. പ്രത്യുത വിളി
വിളിച്ച വിളിയാൽ ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പദ്ധതികളിലേക്ക്, ദൈവത്തിന്റെ പ്ലാനുകളിലേക്ക് നാം അടുത്തു വരേണ്ടത് സ്തോത്രം ആവശ്യമാണ്. തിരുവെഴുത്തിൽ വായിക്കുന്ന പോലെ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കയാൽ അതിൻ്റെ മേൽ നാം തികവോടെ ആയിരിക്കുന്നെങ്കിൽ നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മെ പിന്തുടരുവാനായിട്ടിടയായിത്തീരും. പാട്ടുകാരൻ പാടുന്നത് പോലെ കഷ്ടത അനുവദിക്കുന്ന സ്തോത്രം ദൈവം, അല്ലെങ്കിൽ പ്രതികൂലത്തിലൂടെ നമ്മെ കടക്കേണ്ടി വരുമാറാക്കുന്ന ദൈവം, ഹല്ലേലൂയ സ്തോത്രം, അവൻ അത് അനുവദിക്കുന്നത് എന്തിനാണെന്നറിയാമോ? സ്തോത്രം, നാം അവന്റെ കൊടി കീഴിൽ നിന്ന് മാറിപ്പോകാതെ ഇരിക്കേണ്ടതിനാ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഈ തിരുവചന കേൾവിയാൽ അനേകർ വിടുവിക്കപ്പെട്ടു വന്നിട്ടുണ്ട്. നമ്മോടും ഈ തിരുവെഴുത്തിന്റെ സത്യത്തെ ഹല്ലേലൂയ ഗ്രഹിപ്പിക്കേണ്ടതിന് ദൈവം മുഖാന്തരങ്ങളെയും വഴികളെയും ഹല്ലേലൂയ സ്തോത്രം ഒരുക്കിയിട്ടുണ്ട്. സങ്കീർത്തനക്കാരനായ ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ദൈവം മുമ്പും പിമ്പും എന്നെ അടച്ചു, അവന്റെ കരം എനിക്ക് മീതെ ഭാരമാക്കി വെച്ചു. അനന്തരം താൻ പറയുന്നു, ആമേൻ, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. ഇന്ന് പകലിൽ ദൈവജനമേ, വിളിക്കൊത്തവണ്ണം നാം നമ്മെ തന്നെ ഏൽപ്പിച്ച് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ നാം ഒരുങ്ങി ആയിരിക്കുന്നെങ്കിൽ പരിജ്ഞാനത്തോടെ നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. സ്തോത്രം, നമ്മെ അവന്റെ ആത്യന്തികമായ പദ്ധതിയിലേക്ക് നടത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് നിശ്ചയമായും ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയുവാനായിട്ടിടയാകണം. അതുകൊണ്ട് സ്തോത്രം, ഈ വിളിക്കൊത്തവണ്ണം നാം ഒരുങ്ങണം. ചെറുതും വലുതുമായി ദൈവം നമുക്ക് ഒരുക്കുന്ന സാഹചര്യം, ഇതിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അവർക്ക് ഒത്തിരി പാരമ്പര്യമൊന്നുമില്ലെങ്കിലും വളരെ ചിലവിട്ട് സമയം വേർതിരിച്ച് ഇതിന്റെ പിന്നിൽ വളരെ അധ്വാനമൊക്കെ ചെയ്ത് ഇത് സ്തോത്രം ഇത്രയും അനുഗ്രഹത്തോടെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നതിന്റെ ഏക കാരണമെന്ന് പറയുന്നത് ഈ വിളിയെക്കുറിച്ചുള്ള ഒരു ബോധ്യത അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിപ്പാനായിട്ട് കഴിഞ്ഞതുകൊണ്ടാണ്. നമുക്കറിയാം, സ്തോത്രം, ലോകമെമ്പാടും സുവിശേഷീകരണത്തിനായി ആഗ്രഹിച്ച് ഇംഗ്ലണ്ടിൽ വെയിൽസിലുണ്ടായ ഉണർവിന്റെ സ്തോത്രം മഹത്വം ഇന്ത്യയിലും അനേക മിഷണറിമാരിലൂടെ വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായി. വെയിൽസിൽ നിന്ന് അനേക മിഷണറിമാർ ഇന്ത്യയിലേക്ക് കടന്നു വന്നു. സ്തോത്രം, അതിൽ ചിലർ ആസാമിലേക്ക് കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആസാമിൽ വളരെ പ്രതികൂലങ്ങൾ ഉള്ളതിന്റെ നടുവിൽ പലപ്പോഴും സുവിശേഷ വിരോധികളുടെ മുന്നറിയിപ്പുകളൊക്കെ മറികടന്ന് സ്തോത്രം അവിടെ സുവിശേഷമൊക്കെ എത്തിക്കുവാൻ ഹല്ലേലൂയ ആ കാലത്ത് അവർ പരിശ്രമിച്ചു. അത് മുഖാന്തരമായിട്ട് അനേക ആളുകൾ ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്ര സ്നേഹത്തെ തിരിച്ചറിയുവാൻ, ദൈവത്തിന്റെ കൃപയിലേക്ക് കടന്നു വരുവാൻ, യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിപ്പാൻ ഒക്കെ ഇടയായി. ഞാൻ പറഞ്ഞു വന്നത്, വിളി ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചോദ്യമായി ഉയരും. അതിന്റെ നടുവിൽ ദൈവമക്കളെ, വിളി എന്നൊരു വാക്കിനപ്പുറത്ത് പ്രതികൂലത്തിന്റെ നടുവിലൂടെ കടക്കേണ്ടി വന്നാലും ദൈവവിളിയുടെ മഹത്വം തിരിച്ചറിയുന്നവർ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കും, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. അവർ ഹല്ലേലൂയ കേവലം എന്തെങ്കിലും ഒരു നന്മയ്ക്കല്ല, അതിനപ്പുറത്തായി ദൈവത്തിനു വേണ്ടി മരണത്തെ ഏറ്റെടുക്കേണ്ടി വന്നാൽ പോലും അതിനുവേണ്ടി തയ്യാറാകും. നാം ഒക്കെ ഹല്ലേലൂയ കേട്ടിട്ടുള്ള സ്തോത്രം ഒരു പാട്ട് ഇങ്ങനെയാ, സ്തോത്രം, നാം ഇങ്ങനെയാ അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത്, ഐ ഹാവ് ഡിസൈഡഡ് to follow Jesus, not turning back, not turning back. ഞാൻ അതിൻ്റെ പശ്ചാത്തലമാണ് പറയുവാൻ വന്നത്. ആസാമിലുണ്ടായിരുന്ന ഒരു ഹൈന്ദവ കുടുംബം അവര് യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചത് മുഖാന്തരമായി അവിടെയുള്ള ഗോത്രത്തലവന്മാർ ഒരുമിച്ച് കൂടി വളരെ മൃഗീയമായി അവരെ ഉപദ്രവിക്കുവാനായിട്ടിടയായി. ഒരു കുടുംബത്തിൽ മാതാവിനെയും പിതാവിനെയും അതുപോലെ സ്തോത്രം ഏക മകനെയും അവർ പിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ആ പിതാവിനോട് ചോദിച്ചു, നിനക്ക് യേശുവിനെ തള്ളിപ്പറയാം, അല്ലെങ്കിൽ സ്തോത്രം മരണത്തിനായിട്ട് ഏൽപ്പിക്കാം. ആദ്യഘട്ടം എന്ന നിലയിൽ നിന്റെ പൈതലിനെ ഞങ്ങൾ ഇപ്പോൾ തന്നെ കൊല്ലുവാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. എന്നാൽ വാത്സല്യ പിതാവ് സ്തോത്രം സധൈര്യം അവരോട് പറഞ്ഞ സ്തോത്രം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ദൈവസ്നേഹത്തിന്റെ ആഴത്താൽ താൻ തിരിച്ചറിഞ്ഞ, വിളി കേട്ട ദൈവത്തിന്റെ ഹല്ലേലൂയ സാന്നിധ്യത്തെ സ്തോത്രം തിരിച്ചറിഞ്ഞതുകൊണ്ട് താൻ ഇങ്ങനെ പറയുവാനായിട്ടിടയായി, ആമേൻ, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോട്ട് ടേണിംഗ് ബാക്ക്. സ്തോത്രം. അടുത്ത മൊമെന്റിൽ തൻ്റെ മുമ്പിൽ വിഷം തേച്ച അമ്പേറ്റ് തൻ്റെ പൈതൽ പിടഞ്ഞ് മരിക്കുവാൻ ഇടയായി. സ്തോത്രം. അതിൽ താൻ പതറിപ്പോയില്ല. അനന്തരം
തൻ്റെ ഭാര്യയെ അവർ മുന്നിട്ട് നിർത്തുവാനായിട്ടിടയായി. തന്നോട് പിന്നെയും ചോദിച്ചു, ഞങ്ങൾ നിന്റെ ഭാര്യയെ കൊല്ലുവാൻ പോകുകയാ, നിനക്ക് ഈ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് നമ്മുടെ പാരമ്പര്യ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനും മറുപടി പറഞ്ഞു, ദോ നോ വൺ ഗോ വിത്ത് മീ സ്റ്റിൽ ഐ വിൽ ഫോളോ. ആരും എൻ്റെ കൂടെ അല്ലെങ്കിൽ ഇല്ലെങ്കിലും ഞാൻ എൻ്റെ യേശുവിനെ അനുഗമിക്കും എന്ന് പറഞ്ഞു. അടുത്ത നിമിഷം ആമേൻ തൻ്റെ ഭാര്യയും ആമേൻ തൻ്റെ മുൻപിൽ കൊല്ലപ്പെടുവാൻ ഇടയായി. അനന്തരം തൻ്റെ ഊഴമായിരുന്നു. തൻ്റെ ഊഴത്തിലും ആമേൻ അടുത്ത അമ്പിനെ സ്വീകരിക്കുവാൻ അതിനെ റെഡിയാക്കി നിർത്തിക്കൊണ്ട് തന്നോട് വീണ്ടും ചോദിച്ചപ്പോൾ താൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, ദ വേൾഡ് ബിഹൈൻഡ് മീ, ദ ക്രോസ് ബിഫോർ മീ, നോട്ട് ടേണിംഗ് ബാക്ക്, നോട്ട് ടേണിംഗ് ബാക്ക്. താനും അമ്പേറ്റ് അവിടെ രക്തസാക്ഷിത്വം വരിക്കുവാൻ ഇടയായി. സ്തോത്രം. ഈ വാർത്ത പിന്നീട് സാധു സുന്ദർ സിംഗ് കേൾക്കുകയും താൻ രക്ഷിക്കപ്പെട്ടു വന്നതിന് ശേഷം ഈ ഗ്രാമം സന്ദർശിച്ച് കർത്താവിന് വേണ്ടി മരിച്ച കുടുംബത്തിൻ്റെ ബന്ധുക്കളെ സന്ദർശിച്ച് ആ കാര്യങ്ങളൊക്കെ താൻ തിരിച്ചറിഞ്ഞ് താൻ ക്രോഡീകരിച്ച പാട്ടാ നാം പാടുന്ന ഈ പാട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, വിളി ആഴമുള്ളതാണ്. വിളി ആഴമുള്ളതാ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ വിളിച്ചവൻ ആമേൻ സ്തോത്രം ആരാണെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിൽ കർത്താവിനെ സേവിക്കുന്നതിൽ നിന്ന് നാം ആരും പിന്തിരിഞ്ഞു പോകുവാൻ ഇടയാകത്തില്ല. ഇന്ന് പകൽക്കാലം കഷ്ടങ്ങൾ കടന്നു വരാം, പ്രതികൂലങ്ങൾ കടന്നു വരാം, നിന്ദകൾ കടന്നു വരാം, അപമാനങ്ങൾ കടന്നു വരാം. ഒരുപക്ഷെ പ്രതികൂലത്തിന്റെ തീച്ചയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് ഹല്ലേലൂയ വരാം. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നാലും അതിന് തയ്യാറാണെന്ന് ബോധ്യത്തോടെ കർത്താവിനെ അനുഗമിക്കേണ്ട ഒരു വിളിയാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നതെന്ന് എത്ര പേർക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ നിന്ന് ഹല്ലേലൂയ പകൽക്കാലം കഴിയും. അതുകൊണ്ട് പത്രോസ് പറയുന്നു, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം സ്ഥിരതയോടെ കൈക്കൊള്ളുവാൻ തക്കവണ്ണം ഇടയാകണം. 2 പത്രോസിന്റെ ലേഖനം തന്നെ 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നു, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും. സ്തോത്രം. നാം ഇങ്ങനെ വായിക്കുന്നത് 1-ന്റെ 5-ാം വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോടെ ഭക്തിയും, ഭക്തിയോടെ സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോടെ സ്നേഹവും കൂട്ടിക്കൊള്ളുകയും. സ്തോത്രം. ഇത് നമ്മിൽ വർദ്ധിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇടയായിത്തീരണം. അതുകൊണ്ട് വിളി കേട്ടു എന്നുള്ളത് കൊണ്ട് കർത്താവിൻ്റെ മഹത്വം പൂർണ്ണമാകുന്നില്ല. ഇന്ന് പകൽക്കാലം കേവല പ്രാർത്ഥനയ്ക്കപ്പുറത്തായി കർത്താവിൻ്റെ സമ്പൂർണ്ണ ഇഷ്ടത്തിനായി ഇങ്ങനെ നാം കാണുന്നുണ്ടല്ലോ. പെർഫെക്റ്റ് വില്ലുണ്ട്, പെർമസീവ് വില്ലുണ്ട്. പെർമസീവ് വിൽ എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെടുന്ന സ്തോത്രം അനുഗ്രഹമാണ്. എന്നാൽ സ്തോത്രം പെർഫെക്റ്റ് വിൽ എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു, അവന് എന്ത് നമ്മെക്കുറിച്ച് ഓപ്റ്റ് ചെയ്യുന്നു, അതിലേക്ക് നാം ക്രമാനുഗതമായി വരുന്ന അനുഭവത്തെയാ. അതിലാണ് പിതാവായ ദൈവം സന്തോഷിക്കുന്നത്. അതിലാണ് നമ്മെ വിളിച്ച ദൈവത്തിന് പ്രസാദമുള്ളത്. യോബിനെ കുറിച്ച് നാം പറയുന്നത് പോലെ, കേൾക്കുന്നത് പോലെ, ശത്രുവായവൻ തനിക്കെതിരെ സ്തോത്രം പല പരാതികളുമായി കടന്നു വരുമ്പോൾ ധൈര്യത്തോടെ ശത്രുവിന്റെ ഇഷ്ടത്തിന് അനുവദിച്ചു കൊടുക്കുന്ന ഒരു പിതാമേൻ ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. എന്തുകൊണ്ടാണെന്നറിയാമോ? യോബിനെ കുറിച്ച് വളരെ പ്രത്യാശ ദൈവത്തിനുണ്ട്. പത്രോസിലേക്ക് കടന്നു വരുമ്പോൾ നാം കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. സ്തോത്രം. ശിമോനെ, നിന്നെ കോതമ്പ് പോലെ പാറ്റിക്കളയേണ്ടതിന് പലവട്ടം പിശാചായവൻ അനുവാദം ചോദിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്തില്ല, അനുവദിച്ചില്ല എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ. വിളിയും തെരഞ്ഞെടുപ്പും എന്ന് പറയുന്ന വിഷയം നാം എപ്പോഴും കേൾക്കുന്നു എങ്കിലും ഇന്ന് പകൽക്കാലം നമ്മെ വിളിച്ച വിളിക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഒരളവുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന സ്തോത്രം ചില നിലവാരങ്ങളുണ്ട്. അതിലേക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് അടുത്തു വരുവാനായിട്ട് ഇടയാകണം. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെ വിളിച്ച വിളിക്കൊത്തവണ്ണം കർത്താവിനെ സ്തുതിപ്പാൻ, എന്നെ വിളിച്ച വിളിക്കൊത്തവണ്ണം കർത്താവിനെ ആരാധിപ്പാൻ,
എന്നെ വിളിച്ച വിളിക്കൊത്തവണ്ണം കർത്താവിന്റെ നാമത്തെ മഹിമപ്പെടുത്തുവാൻ എനിക്ക് ഇടയാകുന്നു എന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് ശോധന ചെയ്യുവാൻ ഇടയായി തീരണം. ഇന്ന് പകലിൽ സ്തോത്രം പത്രോസ് ഹല്ലേലൂയ പറയുന്നത് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നാം ഉറപ്പാക്കണം. എഫേസ്യ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആയി തീരേണ്ടതിന് അവൻ നമ്മെ ലോക സ്ഥാപനത്തിനു മുമ്പേ തിരഞ്ഞെടുത്തു എന്നാണ് നാം വായിക്കുന്നത്. 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ, അതിന്റെ സ്തോത്രം 4 മുതലുള്ള വാക്യങ്ങളിൽ സവിസ്തരം ആ വിഷയങ്ങളെയൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നാം അവന്റെ സന്നിധിയിൽ നിഷ്കളങ്കരും വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ നമ്മെ ലോക സ്ഥാപനത്തിനു മുമ്പേ അവനിൽ തിരഞ്ഞെടുത്തു. ഇത് തിരുവെഴുത്തിൽ 32 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മെ തിരഞ്ഞെടുത്തത് വെറുതെ ലോകത്തിന് മുമ്പിൽ ഒരു പേര് നൽകേണ്ടതിനല്ല, പ്രത്യുത നമ്മെ തിരഞ്ഞെടുത്തത് മുഖാന്തരം നമ്മുടെ പിതാവ് ആഗ്രഹിക്കുന്ന അളവിലേക്ക് നാം വന്നിട്ട് നമുക്ക് അവകാശമായി അവസ്തോത്ര സർവശക്തൻ വെച്ചിരിക്കുന്ന നമ്മുടെ വാഗ്ദത്തത്തെ പ്രാപിച്ച് അവനോട് കൂടെ നാം വസിക്കേണ്ടതിനാ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, അതിൽ കുറഞ്ഞൊന്നും അവസ്തോത്രം നമ്മുടെ ആത്മീക കാഴ്ചപ്പാടിലേക്ക് കടന്നു വരുവാൻ നാം അനുവദിക്കരുത്. അതിൽ കുറഞ്ഞതൊന്നും നമ്മുടെ ആത്മീക ജീവിതത്തെ ബാധിക്കപ്പെടുവാൻ ഹല്ലേലൂയ ഇടയായി തീരരുത്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, സ്തോത്രം, പൗലോസ് പറയുന്നുണ്ട്, നിർമ്മല മനസാക്ഷി വിട്ടത് മുഖാന്തരം അലക്സാണ്ടറും ഹുമനിയൂസും ഒക്കെ ദൈവത്തിന്റെ കൃപ വിട്ടുപോയി. ഒരു കാലത്ത് വിളി കേട്ടവരാണ്, സ്തോത്രം, ഒരു കാലത്ത് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്നാൽ നാം വായിക്കുന്നത് പൗലോസിന്റെ ഭാഷയിൽ ഇങ്ങനെയാ, അവർ നിർമ്മല മനസാക്ഷി വിട്ട് പിന്മാറിപ്പോയത് കൊണ്ട് ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോകുവാനിടയായി. പൗലോസ് എഫെസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആയി തീരേണ്ടതിന് ലോക സ്ഥാപനത്തിനു മുമ്പേ അവൻ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. സ്തോത്രം. ആ തെരഞ്ഞെടുപ്പ് മുമ്പത്തെ നമ്മുടെ അവസ്ഥയിൽ നിന്ന് നമുക്ക് രൂപാന്തരം വരുത്തേണ്ടതിന് വേണ്ടി അവൻ നമ്മെ തെരഞ്ഞെടുത്തു. സ്തോത്രം. മുൻ അവസ്ഥയിൽ നിന്ന് കർത്താവിന്റെ വചനത്തിന്റെ ആഴത്തെ തിരിച്ചറിയേണ്ടതിന് അവൻ നമ്മെ തെരഞ്ഞെടുത്തു. അതിനപ്പുറത്ത് നമ്മുടെ മുൻകാലങ്ങൾക്കപ്പുറത്തായി കർത്താവിനെ കുറിച്ചുള്ള അറിവും നിത്യതയെക്കുറിച്ചുള്ള ആ വലിയ കാഴ്ചപ്പാടോടും കൂടെ നാം മുന്നോട്ട് പോകേണ്ടതിന് അവൻ നമ്മെ ഹല്ലേലൂയ തിരഞ്ഞെടുത്തു. എഫെസ്യ ലേഖനം 2 അതിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അതിക്രമങ്ങളാൽ പാപങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിൽ ഒന്നാക്കേണ്ടതിന് അവൻ നമ്മെ തിരഞ്ഞെടുത്തു എന്ന നാം തിരുവചനത്തിൽ വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, റോമാലേഖനം 6 അതിന്റെ 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാ വായിക്കുന്നത്, അവനോടുകൂടെ നമ്മെ കുഴിച്ചിട്ടു. സ്തോത്രം. സ്നാനത്തിലൂടെ, കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നതിലൂടെ, ആമേൻ, സ്തോത്രം, നാം നമ്മുടെ അതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് ഒരു രൂപാന്തരം വരുത്തി കർത്താവിന്റെ വചനത്തിന് ഏൽപ്പിക്കപ്പെട്ട് ആ നിലയിൽ വളരേണ്ടതിന് വേണ്ടിയാ സ്തോത്രം വിശ്വാസ സ്നാനം സ്വീകരിക്കുവാനായിട്ട് ഇടയായത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം കാലാന്തരമായി നമ്മെ പിന്തുടർന്നു കൊണ്ടിരിക്കുക. അതിനാൽ ക്രിസ്തുവിന്റെ ആക്ഷരിക മരണം കാണാൻ കഴിയാത്ത നമുക്ക് വിശ്വാസത്താൽ അവന്റെ മരണ പുനരുദ്ധാനത്തോട് ഏകീഭവിപ്പാൻ ഇടയായി തീർന്നെങ്കിൽ ഇന്ന് പകൽക്കാലം തിരുവെഴുത്ത് നമ്മോട് പറയുന്നു, ദൈവം ആഗ്രഹിക്കാതെ ആർക്കും ദൈവത്തിന്റെ സന്നിധിയോട് ചേർന്ന് വരുവാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മെ ഹല്ലേലൂയ സ്തോത്രം, ദൈവം നമ്മെ കുറിച്ച് വളരെ പ്രതീക്ഷയോടെ സ്തോത്രം ചിലത് കരുതിയത് കൊണ്ടാ നാം ഈ കൃപയിലേക്ക് വരുവാനായിട്ടിടയായത്. നമ്മുടെ ഇന്നലകളെ തിരിഞ്ഞു നോക്കി ദൈവം നടത്തിയ വഴികളെ ഓർത്ത് എത്ര പേർക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിപ്പാൻ ഇടയായിത്തീരും. കുഴഞ്ഞ ചേറ്റിന്റെ അനുഭവങ്ങളിൽ, കരകയറുവാൻ കഴിയാതെ ഇരുന്ന അനുഭവങ്ങളിൽ, ഏകാന്തത മൂടിയ അനുഭവങ്ങളിൽ, ആർക്കും നമ്മെ സഹായിപ്പാൻ കഴിയാതിരുന്ന അനുഭവങ്ങളിൽ സ്തോത്രം മറ്റ് പലരിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ലോകത്തിന്റെ ഗതിക്കൊത്ത് സ്തോത്രം പല ആസക്തികൾക്കും അടിമപ്പെട്ട് ജീവിച്ചതായ സാഹചര്യങ്ങളൊക്കെയുള്ള അനേകർ ഒരുപക്ഷെ ഈ ആത്മീയ കൂട്ടായ്മയിൽ ഇന്ന് രാത്രികാലം ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ പാരമ്പര്യം നോക്കാതെ, സ്തോത്രം നമ്മുടെ യോഗ്യത നോക്കാതെ നമ്മെ അവന് തെരഞ്ഞെടുത്തത് സ്തോത്രം അവന്റെ രക്തം നൽകിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം
പകൽക്കാലം ഹല്ലേലൂയ രക്തം ചീന്താതെ വീണ്ടെടുപ്പില്ല എന്ന തിരുവെഴുത്ത് പ്രകാരം കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ടത്, സ്തോത്രം, അവനിൽ നമ്മെ തിരഞ്ഞെടുത്തത് നാം ഫലം കായ്ക്കേണ്ടതിനാണ് എന്ന് ഇന്ന് ഹല്ലേലൂയ സ്തോത്രം രാത്രികാലം നാം തിരിച്ചറിയുവാനിടയാകണം. റോമാലേഖനം തന്നെ 8-ാം അധ്യായം സ്തോത്രം അതിന്റെ 29-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആക്കേണ്ടതിന് തന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. നാം അവനോടുകൂടെ സദൃശരാകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം, ഇന്ന് രാത്രികാലം ഞാൻ ചോദിക്കട്ടെ, കർത്താവിന് സ്തോത്രം താൻ സാക്ഷ്യപ്പെടുത്തിയ ഒരു ശൈലി ഉണ്ടായിരുന്നു. കർത്താവിന് താൻ ഹല്ലേലൂയ നമുക്ക് കാട്ടിത്തന്ന ഒരു മാതൃക ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി കർത്താവിൻ്റെ അനുകാരികളായി ക്രിസ്തുവിൻ്റെ അനുകാരികളായി നാം സ്തോത്രം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് നമുക്ക് കാണിച്ച മാതൃക പ്രകാരം അവൻ്റെ മഹത്വത്തെ ഘോഷിപ്പാൻ നമ്മെ അവൻ തിരഞ്ഞെടുത്തിരിക്കയാൽ ഇന്ന് രാത്രി ദൈവമക്കളെ അതിനുവേണ്ടി നാം ഏൽപ്പിക്കപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ഇടയായി തീരണം. അതുകൊണ്ട് നാം ആരാണ്? 1 യോഹന്നാൻ സ്തോത്രം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദർശന്മാർ ആകും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞത്, നമ്മുടെ വിളിയിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന സ്തോത്രം ചിലതുണ്ട്. ഇന്ന് പകൽക്കാലം അവന്റെ ഇഷ്ടപ്രകാരം നാം ആയിത്തീരേണ്ടതിന് അവന്റെ കരങ്ങളിൽ നാം ഏൽപ്പിക്കപ്പെടുവാൻ ഇടയാകണം. നമ്മെ ദൈവം തിരഞ്ഞെടുത്തത് സ്തോത്രം എന്തെങ്കിലും ഒരു പദവി ലോകത്തിൽ തന്ന് ലോകം കൊണ്ട് അവസാനിക്കുന്ന ഒരു ഹല്ലേലൂയ പദവിക്കായിട്ടല്ല. നാം ഇവിടെ ഹല്ലേലൂയ വായിച്ച് കേട്ടതുപോലെ സ്തോത്രം നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നമ്മെയും ഇരുത്തേണ്ടതിന്, അവനോടുകൂടെ സദസ്യന്മാരായി തീരേണ്ടതിന് നമ്മെ അവൻ വിളിച്ചിരിക്കുന്നു എന്ന് ഇന്ന് രാത്രി നമുക്ക് തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീരണം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സെലക്ഷൻ നമ്മിലേക്ക് വന്നു. സ്തോത്രം, ഈ സെലക്ഷനെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം നാം വായിക്കുമ്പോൾ സ്തോത്രം 28-ാം അധ്യായം 18 മുതലുള്ള വാക്യത്തിൽ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും സ്തോത്രം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ആകയാൽ നാം എന്ത് ചെയ്യണം? നാം പുറപ്പെട്ടു പോകണം. ദേശത്ത് അനേക ഭാഷക്കാരുടെ ഇടയിൽ ചെന്നിട്ട് കർത്താവിൻ്റെ മഹത്വത്തെ ഘോഷിപ്പാൻ തക്കവണ്ണം ഇടയായി തീരണം. സ്തോത്രം, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് ഒരു പ്രോമിസ് തന്നിട്ട നമ്മുടെ വീണ്ടെടുപ്പുകാരൻ സ്വർഗാരോഹണം ചെയ്തത് ഇന്ന് രാത്രി നാം മറന്നു പോകരുത്. അതുകൊണ്ട് നാം കൂട്ടായിട്ട് ചിന്തിക്കുന്ന ഈ വിഷയത്തിൽ ദൈവമക്കളെ ഹല്ലേലൂയ, കർത്താവ് നമ്മെ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ ഇഷ്ടപ്രകാരം വിളി കേട്ടിട്ട് സ്തോത്രം യോനെ പോലെ സ്തോത്രം എവിടെയെങ്കിലും റൂട്ടുമാറി ഉറങ്ങുവാനല്ല, പ്രത്യുത ലോകത്തെ സുവിശേഷീകരിക്കുവാൻ, ദൈവത്തിന്റെ മഹത്വത്തെ ഘോഷിക്കുവാൻ നമ്മളാലാവോളം നമ്മുടെ വിളിയുടെ ആശ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി അധ്വാനിക്കുവാനാ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ഈ ദിവസങ്ങളിൽ നാം അറിഞ്ഞ് അവന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ഇടയായി തീരണം. സങ്കീർത്തനം 57 അതിന്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. ഇന്ന് പകൽ ഹല്ലേലൂയ നമ്മോട് കൂടെയിരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിന്റെ സമ്പൂർണ്ണ ഇഷ്ടത്തിനായി നാം നമ്മെ തന്നെ ഏൽപ്പിക്കപ്പെടുവാൻ ഇടയായി തീരണം. സ്തോത്ര, കേവല കേൾവിയാൽ കർത്താവിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ സ്തോത്രം ആസാംകാരനായ ജോർഹട്ടിലെ സൈമൺ കെ മറാക്ക് എന്ന് പറയുന്ന ആ കുടുംബം കിരാളന്മാരുടെ അമ്പിന് ഇരയായി തീർന്നെങ്കിലും ആ രക്തം ഇന്നും ഹല്ലേലൂയ അനേകരുടെ വിടുതലിന് കാരണമായെങ്കിൽ, ഒരു ഹല്ലേലൂയ സ്തെഫാനോസിന്റെ മരണം ഒരു ഹല്ലേലൂയ പൗലോസിനെ ഉയർപ്പിച്ചതുപോലെ ഇന്ന് പകൽക്കാല ക്രിസ്തുവിന് വേണ്ടി അവന്റെ തെരഞ്ഞെടുപ്പ് മുഖാന്തരം നാം അനുഭവിക്കുന്ന ചെറിയ കഷ്ടമായാലും വലിയ കഷ്ടമായാലും അത് അനവധി ആയുസിന്റെ ഭാഗ്യമായി നമുക്കും നമ്മുടെ തലമുറയ്ക്കും ഹല്ലേലൂയ കരുതുന്ന ഒരു ദൈവത്തിന്റെ
ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ഹല്ലേലൂയ കരുതുന്നതായിട്ട് ഉണ്ട്. അതുകൊണ്ട് അവൻ പറഞ്ഞത്, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. സ്തോത്രം. അതുകൊണ്ട് അവൻ നമ്മെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രി ദൈവമക്കളെ, ഹല്ലേലൂയ, തെരഞ്ഞെടുപ്പിനായി സ്വതന്ത്ര കർത്താവ് തന്റെ ഐഹിക ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം നാം വായിക്കുന്ന 6:12 നാം വായിക്കുന്നത്, ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു രാത്രി മുഴുവനും നമ്മുടെ കർത്താവ് പ്രാർത്ഥിപ്പാനായിട്ടിടയായി. സ്തോത്രം. ഇന്ന് പകൽക്കാലം അവൻ തിരഞ്ഞെടുത്തത് യോഗ്യത നോക്കിയല്ല, തിരഞ്ഞെടുത്തവനെ അവൻ പിന്നത്തേതിൽ യോഗ്യതയുള്ളവരും യോഗ്യന്മാരുമാക്കി മാറ്റിയതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് പകൽക്കാലം ഈ പുൽപ്പിറ്റിൽ നിന്ന് സ്തോത്രം, ഞാൻ നിങ്ങളോട് തിരുവചനം സംസാരിക്കുമ്പോൾ എൻ്റെ യോഗ്യത കൊണ്ടല്ല കർത്താവിനെ തിരഞ്ഞെടുത്ത എന്നെ എൻ്റെ അനുസരണം മുഖാന്തരം ഹല്ലേലൂയ യോഗ്യതയിലേക്ക് നടത്തുന്നൊരു ദൈവത്തിൻ്റെ പ്രോസസ്സുണ്ട്, ഒരു ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ എല്ലാവരെയും അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക്, ദൈവത്തിൻ്റെ കൃപയിലേക്ക്, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഒരു പദ്ധതിയാ സ്തോത്രം ദൈവത്തിൻ്റെ പക്കലുള്ളത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന്റെ സെലക്ഷനിൽ ഞാനും സ്തോത്രം ഹല്ലേലൂയ കടന്നു വന്നല്ലോ എന്നോർത്ത് നമ്മെ തെരഞ്ഞെടുത്ത കർത്താവിന് നമുക്ക് ഇന്ന് രാത്രി മഹത്വം കൊടുക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം ഇടയായി തീരണം. 6-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം ലൂക്കോസ് സുവിശേഷം വായിക്കുന്നത്, അവൻ നമ്മെ ദത്തെടുത്തു എന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ വിലയ്ക്ക് ഒത്തത് നൽകി നമ്മെ എന്ത് ചെയ്യുക, സ്തോത്രം സ്വന്തമാക്കുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രി ദൈവമക്കളെ, നമുക്ക് പുകഴുവാനൊന്നുമില്ല, നമുക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. ഇന്ന് രാത്രി നമ്മെ തന്നെ സമ്പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിപ്പാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അവന്റെ മാത്രം പദ്ധതിയിൽ നമ്മെ കണ്ടുകൊണ്ടായിരുന്നു, അല്ലാതെ നമ്മുടെ പാരമ്പര്യം നോക്കിയോ നമ്മുടെ യോഗ്യത നോക്കിയോ അല്ല. പ്രത്യുത സ്തോത്രം അവന്റെ പദ്ധതി പ്രകാരം മാത്രമായിരുന്നു എന്ന് ഇന്ന് രാത്രി നാം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാകണം. അതുകൊണ്ട് കർത്താവിന്റെ സ്നേഹത്തിൽ വരുന്ന ഒരു അനുഭവത്തിന് ഇന്ന് രാത്രി നാം ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കണം. ലേഖനം 1:5 വാക്യത്തിൽ സ്തോത്രം, തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം ക്രിസ്തു മുഖാന്തരം അവൻ നമ്മെ തെരഞ്ഞെടുത്തു, പ്രത്യാശ അവൻ നമുക്ക് നൽകുവാൻ ഇടയായി. സ്തോത്രം. ദൈവിക അനുഗ്രഹവും സന്തോഷവും നമുക്ക് നൽകുവാൻ ഇടയായി. സ്തോത്രം. സ്തോത്രം. നമ്മുടെ അവസ്ഥകൾക്ക് അവൻ വ്യത്യാസം വരുത്തുവാനായിട്ടിടയായി. നമ്മുടെ കാഴ്ചപ്പാടുകളെ ഈ തിരഞ്ഞെടുപ്പിലൂടെ ദൈവം മാറ്റുവാനായിട്ടിടയായി. ക്രിസ്തുവിലെ സന്തോഷം നമുക്ക് അവൻ പകർന്നു തരുവാനായിട്ടിടയായി. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ അവൻ മുൻനിയമിക്കുവാനായിട്ടിടയായി. ഇതൊക്കെ ഒരാത്മീയന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് മുഖാന്തരമായി ദൈവം നൽകിയതായ പദവികളാണെന്ന് ഇന്ന് രാത്രി നമുക്ക് തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീരണം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ഒരു മുൻ നിയമനം ദൈവം നമുക്ക് വേണ്ടി നൽകി. ലോക സ്ഥാപനത്തിനു മുമ്പേ അവൻ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അതൊരു മുൻ നിയമനമാണ്. സംതിങ് അസൈൻ ഫോർ യു ബിഫോർ യു ബർത്ത് ഓർ ബിഫോർ യു എക്സ്പെക്ട്. നാം പ്രതീക്ഷിക്കുന്നതിന് മുമ്പേ അല്ല, നാം ജനിക്കുന്നതിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്ത ഒരു കർത്താവിൻ്റെ നമ്മെക്കുറിച്ചുള്ള കരുതൽ ഇന്ന് രാത്രി ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ഇടയാകണം. തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി നമുക്ക് സൗജന്യമായി തൻ്റെ രക്ഷയെ അവൻ നൽകിയെങ്കിൽ സ്തോത്രം, ഇന്ന് രാത്രി ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ്റെ നാമത്തിന് മഹത്വത്തിനായി നാം അവനിൽ ഏൽപ്പിക്കപ്പെടുവാൻ ഇടയായി തീരണം. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവനിൽ നാം അവകാശം പ്രാപിച്ചു. കർത്താവിനോട് ചേർന്ന് പിതാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവൻ നമ്മെ തിരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് രാത്രി യഹൂദനിൽ സ്തോത്രം വെളിപ്പെട്ടതിലപ്പുറം സ്തോത്രം കേവലമായിരുന്ന നമ്മെ തിരഞ്ഞെടുത്തത് മുഖാന്തരം അവൻ നമുക്ക് അനവരതമായ നന്മകളെ നമ്മുടെ ജീവിതത്തിൽ നൽകി തരുവാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കാലം ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം, നമ്മെ മുദ്ര ചെയ്ത, നമ്മെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ ഹല്ലേലൂയ ഏൽപ്പിക്കുവാൻ അമേൻ ഇന്ന് രാത്രി ഇടയായി തീരണം. ഹല്ലേലൂയ സ്തോത്രം. യെഹെസ്കേൽ പ്രവചനത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ 22-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽപ്പാൻ ഞാനൊരു പുരുഷനെ അവരുടെ ഇടയിൽ അന്വേഷിച്ചു കണ്ടില്ല. സ്തോത്രം. ദൈവം തിരഞ്ഞെടുത്ത, ദൈവം തൻ്റെ നാമത്തിന്റെ മഹത്വത്തിനായി വിളിച്ച ദൈവജനത്തിന്റെ മധ്യത്തിൽ
ദൈവം സ്തോത്രം സന്ദർശിച്ച് താൻ ഹല്ലേലൂയ തന്റെ ജനത്തെ നോക്കുമ്പോൾ സ്തോത്രം ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ താൻ ആരെയും കണ്ടില്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്തിനാ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തത്? എന്തിനാ ദൈവം നമുക്ക് കൃപ പകർന്നു തന്നത്? എന്തിനാ ദൈവം നമ്മെ വിളിച്ചത്? സ്തോത്രം, നമ്മെ വിളിച്ചത് നാം നമ്മുടേതായ ആവശ്യങ്ങളിൽ മുഴുകി നമുക്ക് ദൈവം തന്ന ഈ ആയുസ് സ്തോത്രം തീർക്കുവാനല്ല. നമ്മെ തിരഞ്ഞെടുത്തത് നമ്മുടേതായ വിഷയങ്ങൾ ഒതുങ്ങി നിൽക്കുവാനല്ല. പ്രത്യുത ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി നാം സ്തോത്രം നിവരെ നിൽക്കേണ്ടതിനാണെങ്കിൽ ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ കരങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മെ തന്നെ ഏൽപ്പിക്കാം. അവനോട് കൂടെ സ്തോത്രം ജീവിക്കേണ്ടതിന്, അവനോട് കൂടെ ഹല്ലേലൂയ പാർക്കേണ്ടതിന്, അവന്റെ മഹത്വത്തെ ഘോഷിക്കേണ്ടതിന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കയാൽ ഇന്ന് രാത്രി കാലം നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ ആഴം മനസ്സിലാക്കി നമുക്ക് ദൈവത്തെ ഹല്ലേലൂയ സ്തുതിപ്പാൻ ഇടയാകണം. സ്തോത്രം, നമ്മെ തിരഞ്ഞെടുത്തത് ജയം പ്രാപിച്ചവനായ സ്തോത്ര കർത്താവ്. പത്രോസിന്റെ 2-ാം ലേഖനം 1 ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 10-ാം വാക്യത്തിൽ നാം വായിച്ചത്, ഭക്തിയോടുള്ള ഒരു ജീവിതം കൊണ്ട് ഏറ്റുപറച്ചിലൂടെ ദൈവത്തിന്റെ ഹല്ലേലൂയ വിശ്വാസത്തിൽ നിലനിന്ന്, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിലനിന്ന് അവന്റെ മഹത്വത്തെ ഘോഷിപ്പാൻ ഹല്ലേലൂയ സ്തോത്രം നാം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരണം. റോമാലേഖനം 8:27 വായിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്ക് ാക്കി തീർക്കുന്നതായ ഒരു ദൈവം. എഫേസ്യ ലേഖനം 4 നാം വായിക്കുന്നു, വിളിക്ക് യോഗ്യമാവണ്ണം നടക്കേണ്ടതിന് നമുക്ക് നമ്മുടെ നടപ്പ് സൂക്ഷിച്ചു നോക്കുന്നവനായ ഒരു ദൈവം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. പത്രോസിന്റെ 1-ാം ലേഖനം 2:9 വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്, വംശമാ, ദൈവത്തിന്റെ സ്വന്തം ജനമാ. സ്തോത്രം, ഇന്ന് രാത്രി നമ്മെ തന്നെ ശോധന ചെയ്ത് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ മഹത്വം ഘോഷിപ്പാൻ ഹല്ലേലൂയ നമുക്ക് ഇടയായി തീരണം. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവത്തിൽ അടയ്ക്കാം. അല്പമായ കേൾവിയായി ഇന്ന് രാത്രി നാം കേട്ടത് സ്തോത്രം. പൗലോസ് വളരെ ആധികാരികമായി പറയുന്നു, സ്തോത്രം ഹല്ലേലൂയ, നിങ്ങളുടെ വിളി സൂക്ഷിക്കുവാൻ ഇടയാകണം. നിങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ ആഴം മനസ്സിലാക്കി അതിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ആമേൻ. നിങ്ങൾ ഉത്സാഹം കഴിച്ച് നിങ്ങളുടെ വീര്യത്തോട് ഹല്ലേലൂയ സ്തോത്രം അത് കൂട്ടുവാൻ ഇടയായി തീരണം. നിങ്ങളുടെ ഭക്തിയോട് സ്തോത്രം നിങ്ങൾ പിന്നെയും വർധനവുള്ളവരായി തീരണം. ഇന്ന് രാത്രി ദൈവമക്കളെ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ഇടയാകണം. പാട്ടുകാരൻ പറയുന്ന പോലെ, വിളിച്ച നാളിലെ എരിവ്, വിളിച്ച നാളിലെ തീഷ്ണത, നാം വിളി കേട്ട് ദൈവകൃപയിലേക്ക് ഇറങ്ങിയപ്പോൾ നമുക്കുണ്ടായിരുന്ന സുവിശേഷത്തോടുള്ള താല്പര്യം ഇന്ന് രാത്രി നമ്മിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നാം ശോധന ചെയ്യുവാൻ ഇടയാകണം. ആമേൻ. നമുക്ക് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല. ആമേൻ. ഇന്നലേക്കാൾ ഇന്ന് പ്രിയന്റെ നാടിനോട് നാം അടുത്തിരിക്കിയാൽ എൻ്റെ ആത്മീക ജീവിതത്തിൽ ഇന്നലേക്കാൾ അപ്പുറത്തായ ഒരു വർധനവ്, ഹല്ലേലൂയ സന്തോഷം കണ്ടെത്തുന്നതിൽ, സമാധാനം ആചരിക്കുന്നതിൽ, സഹിഷ്ണുത കാണിക്കുന്നതിൽ, സിദ്ധതയിൽ ഹല്ലേലൂയ വളരുവാനൊക്കെ എനിക്ക് കഴിയുന്നുണ്ട് ഇന്നലത്തേക്കാൾ എന്ന് പറയുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ അതാ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ധന്യത എന്ന് പറയുന്നത്. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ഗ്രാഫ് സ്തോത്രം ഏത് നിലവാരത്തിലായിരിക്കുന്നു? ചലനമില്ലാത്ത ഒരു ലൈനായിട്ട് അത് പോകുന്നെങ്കിൽ സ്തോത്രം നമുക്കറിയാം അത് ഡിസൈൻ ചെയ്യുന്ന ഒരു ഹല്ലേലൂയ തീമുണ്ട്, ഈസ് ഡെഡ്. ഹല്ലേലൂയ സ്തോത്രം. ലൈൻ സ്തോത്രം നേരെയാ പോകുന്നതെങ്കിൽ അത് ജീവനില്ലാത്തത് എന്ന് ഡിക്ലെയർ ചെയ്യപ്പെടും. എന്നാൽ ഇന്ന് സ്തോത്രം രാത്രി കാലം ദൈവമക്കളെ സ്തോത്രം നമ്മുടെ ഗ്രാഫ് അത് സ്തോത്രം ഉയരുന്നെങ്കിൽ സ്തോത്രം അതിന്റെ നടുവിൽ നമുക്ക് ഒരു കാര്യം തിരിച്ചറിയാം, സ്തോത്രം ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നുണ്ട്. സ്തോത്രം. അനേകർ വിളി കേട്ടിട്ടുണ്ട്. പാട്ടുകാരൻ പറയുന്ന പോലെ സ്തോത്രം, കാണുന്നു ഞാൻ അസ്ഥി കൂടങ്ങൾ ഭീകരം വീരപൂമാൻകളിൽ വീണവരിൽ. സ്തോത്രം. വിളി കേട്ട അനേകരുണ്ട്,
തുടക്കം നന്നായ അനേകരുണ്ട്. സ്തോത്രം. എന്നാൽ പൗലോസ് പറയുന്ന പോലെ ഹുമനിയോസും അലക്സാണ്ടറുമൊക്കെ നിർമ്മല മനസാക്ഷി വിട്ട് മറ്റൊരു ഹല്ലേലൂയ സ്തോത്രം സുവിശേഷത്തിനായി വേർതിരിഞ്ഞു പോയി. സ്തോത്രം. വിളി കേൾക്കാഞ്ഞിട്ടല്ല, കാലപ്പഴക്കത്തിൽ ലോകസ്നേഹം അവരെ ബാധിച്ചതുകൊണ്ട് പല നിലകളിലുള്ള സ്തോത്രം ആരാധനയുടെ അനുഭവങ്ങളിലേക്ക് കടന്നു പോകുവാൻ, അഭക്തിയുടെ അനുഭവങ്ങളിലേക്കൊക്കെ കടന്നു പോകാനായിട്ടിടയായി. ഇന്ന് രാത്രിയും സ്ഥിതി വ്യത്യസ്തമല്ല. നമ്മെ തെറ്റിച്ച് കളയുവാൻ തിരുവെഴുത്ത് പറയുന്നു, കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ തെറ്റിച്ച് കളയേണ്ടതിന് മുഴുബലത്തോടെ പിശാചായവൻ ലോകത്തിൽ ഊടാടി സഞ്ചരിക്കുമ്പോൾ സ്തോത്രം 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 അവന്റെ നോട്ടം നമ്മിൽ പതിയാതെ വണ്ണം കർത്താവിന്റെ കൃപയിൽ നമുക്ക് വർദ്ധിച്ചു വരുവാൻ ഇടയാകണം. സ്തോത്രം. നമുക്കറിയാം, ഹല്ലേലൂയ, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാണെന്ന് ആ തിരുവെഴുത്ത് ഹല്ലേലൂയ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കളെ, അവൻ വിളിച്ച വിളിക്കൊത്തവണ്ണം, നമ്മെ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ സമ്പൂർണ്ണ ഇഷ്ടത്തിനൊത്തവണ്ണം ഈ ദിവസങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടവരായി ദൈവത്തിന്റെ കൃപയിൽ, ദൈവത്തിന്റെ മഹത്വത്തിൽ, കർത്താവിനോടുകൂടെയുള്ള വാസത്തിനായി നമ്മെ തന്നെ ഒരുക്കി ജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സ്തോത്രം ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിപ്പാൻ ഇടയായി തീരണം. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അതിനായി നമ്മെ തന്നെ ഏൽപ്പിക്കാം. കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. അവസരം തന്ന, സഹനം തന്ന കർത്താവിന്റെ ദാസനോട്, അതുപോലെ സഹോദരി സിജിയോട്, വത്സല മാതാവിനോട്, ഈ കൂട്ടായ്മയിൽ ഭാഗഭാക്കായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഇത്രയും നേരം എന്നെ കേട്ട സഹോദരൻ എല്ലാ ദൈവജനത്തോടും കർത്താവിന്റെ ദാസന്മാരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ.